ഒരു കാലത്ത് നമുക്കിപ്പോൾ എല്ലാ സാധനവും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കില്ല. പണ്ടുള്ളവരെങ്ങനെ ചെയ്യാമെന്നറിയോ? പണ്ട് താള് കർക്കിടക മാസമാകുമ്പോൾ താള്. ഇപ്പോൾ ഈ സമയം ഈ മഴ പെയ്തില്ലേ, ഇനി മുതൽ താള്. അപ്പോൾ ഇനി മഴ പെയ്തുകൊണ്ട് വേഗം പെട്ടെന്ന് താളുണ്ടാവും. താള് പിന്നെ ഈ തവര, പറമ്പത്തെല്ലാം തവര പറിച്ചിട്ടുണ്ട്. അത് ഇതെല്ലാം ഒരു പൈസ കൊടുത്തിട്ട് സാധനം എന്ന് പറഞ്ഞാൽ ഈ പണ്ടുള്ളവർ വാങ്ങില്ല. എന്തുകൊണ്ടാണെന്നറിയാം? അവർക്ക് നല്ല അതുകൊണ്ട് തന്നെ അവർക്കുള്ള ആരോഗ്യത്തിനും അത് തന്നെയാണ് അവർ ആരോഗ്യം. അവർക്കിപ്പം ഒരിക്കലും ഒരു രോഗം വന്നിട്ട് ഒരു പ്രായമുള്ളവരുടെ രോഗം വന്നിട്ടോ അങ്ങനെ കിടപ്പിലായി ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല. പണ്ടത്തെ കാലം ഇന്നത്തെ കാലമാണ് ഈ കിടപ്പിലും രോഗവും ഒരു രോഗവുമില്ല. പണ്ടുള്ളവർക്ക് ഒരു രോഗവുമില്ല. എല്ലാവരും എന്ന് വെച്ചാൽ പിന്നെ സുഖമായിരിക്കുന്നുണ്ട്. പണ്ടത്തെ ആൾക്കാരെല്ലാം നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നു. ഇപ്പം ഇന്ന് നമ്മളെപ്പോലത്തെ ആൾക്കാരാണ് ഇപ്പോൾ തീരെ ഒന്നിനും ഒരു ഒരു പണിയെടുത്തുകൂടാ. പണിയെടുക്കുമ്പോൾ കാടപ്പൂച്ചി ഇവിടെ അല്ലെ ഗ്യാസ് അല്ലെ കുളത്ത് അല്ലെ സോഡിയം കുറഞ്ഞിട്ട് ഇങ്ങനെയല്ല ഓരോരോ ബുദ്ധിമുട്ടുകളും ഇങ്ങനെ പറയുന്നത്. എന്നാൽ നമ്മളെന്ന് വെച്ചാൽ നമ്മളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ഈ നമ്മുടെ പറമ്പത്തുള്ള നട്ട് നയിച്ചിട്ടുണ്ടാക്കുന്ന ആരോഗ്യകരമായ സാധനങ്ങൾ മാത്രം നമ്മൾ കഴിക്കുക. പിന്നെ തേങ്ങ നമ്മളതിൽ ഇംഗ്ലീഷ് വിഷം ഇടുന്നില്ല. പിന്നെ വാഴ നമ്മൾ നട്ടുണ്ടാക്കുന്ന വാഴക്ക് നമ്മൾ ഇംഗ്ലീഷ് വളമിടില്ല, ഒരു വിഷമിടില്ല, ഒന്നും ചെയ്യില്ല. അത് നമുക്ക് ഒന്നാം നമ്പർ കാര്യങ്ങൾ. മൂന്നാമത്തേത് പിന്നെ പച്ചക്കറി. നമ്മൾ കുറച്ച് പച്ചക്കറി നമ്മളെ കാര്യത്തിന് ആവശ്യത്തിന് നടുക. അതെല്ലാം നട്ട് കഴിഞ്ഞ് നമ്മളത് പിന്നെ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഒന്നും വേണ്ട, വേറൊരു കാര്യത്തിൽ നമ്മൾ പോകണ്ട. നമ്മുടെ മുറ്റത്തുള്ള പച്ചക്കറീൻ്റെ ഈ പച്ചക്കാടും പച്ചവളവും മറ്റുള്ളത് ഒരു പശുവിനെയും കൂടി നോക്കുക. ഒരു പശുവിനെ ഒറ്റൊരു പശുവേ കിട്ടും. ഒരു പശുവിനെ നമ്മൾ നോക്കിയാൽ ഒരു 10-15 ലിറ്റർ പാലാകുന്ന ഒരു പശുവിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 ലിറ്റർ പാലിൻ്റെ പൈസ പശുവിന് കൊടുക്കാൻ. 10 ലിറ്റർ പാലിൻ്റെ പൈസ നമ്മൾ നോക്കുന്നവർക്കും അതിന് ബാക്കിയുള്ള പണികളെല്ലാം വേറെ ഉണ്ടാവുമല്ലോ. വെള്ളം മാത്രം കൊടുത്തപ്പോൾ അതിനെല്ലാം കൂടിയുള്ള എന്നാലും ഒരു പകുതി പൈസ പശുവിന് പകുതി പൈസ നമുക്ക് കിട്ടും. ഒരു 8,000 റുപ്യ നമുക്ക് ഒരു 7,000 റുപ്യ പശുവിനായിട്ട് നമുക്ക് തിരിച്ചു വെക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വെച്ചാൽ മോര് കറി വെക്കാൻ എടുക്കാം, പാല് ചായ കുടിക്കാൻ എടുക്കാം, നെയ്യ് പശു നെയ്യ് നമുക്കിപ്പം നെയ്ച്ചോറ് എല്ലാം വെക്കാനും നല്ല ആരോഗ്യപരമായ എണ്ണ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരാളെടുത്ത് പോകേണ്ടതെല്ലാം നമുക്ക് അങ്ങനെ കഴിക്കാൻ കഴിയും. അന്നേരം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്തെല്ലാം ഒരു കാര്യത്തിനൊരു ഇതിലുള്ള പിന്നെ തേനിൻ്റെ ആവശ്യത്തിന് ഒരു തേനീച്ചക്കൂട്ട് ഒറ്റൊരു പെട്ടി മതി. ഒരു തേനീച്ചപ്പെട്ടി തേനുമായി. പിന്നെ ചുക്ക് കുറച്ച് ഇഞ്ചി നടുക, കുറച്ച് മഞ്ഞൾ നടുക. പിന്നെ എല്ലാ കാര്യങ്ങളും അതേപോലെ നമ്മൾ സ്വന്തം ആവശ്യത്തിന് കുറച്ച് മാത്രം നടുക. പിന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് കുറ്റി കുരുമുളക് നടുക, കുറച്ച് വലിയ കുരുമുളക് നടുക. വലിയ കുരുമുളക് പരിക്കാൻ ആൾ വേണമെങ്കിൽ കുറ്റി കുരുമുളക് നമുക്ക് അവിടെ നട്ട് കൊടുത്താൽ അത് അവിടെ വളർന്നിട്ട് നമുക്ക് വേഗം പെട്ടെന്ന് അനുഭവം ഉണ്ടാക്കാൻ കഴിയും. വേഗം 6 മാസത്തുമ്പോഴേക്ക് നമുക്ക് അക്കൊല്ലം തന്നെ നട്ട് അക്കൊല്ലം തന്നെ നമുക്ക് കായ് പഠിക്കാനാവും. അതുകൊണ്ടെന്ന് വെച്ചാൽ പിന്നെ അങ്ങനെ ചെയ്തോളൂ. ഇങ്ങനെ നമ്മൾ എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഇതെല്ലാം ഇങ്ങനെ ഒരു ഇതാക്കി പിന്നെ അവനവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് പിന്നെ വിഷമുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട്. നമുക്ക് വേണ്ടുന്നതായ സാധനങ്ങളെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രോഗവും ഉണ്ടാവില്ല. പക്ഷേ ഇതാരും അതിന് നമ്മൾ വകവെക്കില്ല. നമ്മളിപ്പം നമ്മൾ വിഷമില്ലാണ്ടിട്ടിട്ട് കൊടുക്കുന്ന വളങ്ങളാണെങ്കിൽ കൂടി അതെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവർ നമ്മളിപ്പം അത് തിന്നാതില്ല, അത് പുറത്ത് കൊടുത്തിട്ട് നമ്മൾ ആ വിഷമിട്ട് നമ്മൾ വാങ്ങി കഴിക്കും. അതാണ് നമ്മുടെ നാട്ടിൻ്റെ സമ്പ്രദായം. എന്താ വെച്ചാൽ നമ്മൾ വാങ്ങിയത്തെ രുചി കൂടുതലും നല്ല ആരോഗ്യകരമായിട്ടുള്ള സാധനങ്ങളെല്ലാം. പക്ഷെ അത് ആരും കൂട്ടാക്കില്ല. അപ്പോൾ നമ്മളൊരു നടാനും കൂട്ടാക്കില്ല. എന്ന് വെച്ചാൽ നമുക്ക് പൈസ വേണം, മറ്റുള്ള പൈസയെ കൊണ്ടുകൊണ്ടൊരു ധാരണയാണ് എല്ലാവർക്കും ഉള്ളത്. അത് പിന്നെ ഒരു കാര്യം, ചക്ക. നമ്മുടെ പറമ്പത്ത് ചക്കയുണ്ട്, മാങ്ങയുണ്ട്, എല്ലാ മാങ്ങകളും പടുമാങ്ങകൾ വേണം, വലിയ മറ്റേ മാങ്ങകളെല്ലാം വേണം. വലിയ മാങ്ങകൾ പലതരം മാങ്ങകളുണ്ട്. അതെല്ലാം തേച്ചും ചെറിയ പടുമാങ്ങകൾ പലതരം പടുമാങ്ങകളുണ്ട്. ഇതെല്ലാം നമ്മുടെ പറമ്പത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു ഒരു പിന്നെ ഭക്ഷണത്തിന് ഒരു തരത്തിലും നമ്മൾ പിന്നെ വിഷം കഴിക്കേണ്ടി വരില്ല. പിന്നെ ഈ ചക്ക എന്നത് നമ്മൾ ഈ ചക്കേനെ കൂടെ എന്തെല്ലാം ഉണ്ടാക്കാമെന്നറിയാം നിങ്ങൾക്ക്? ചക്ക ഒന്നും കളയാനില്ല. ചക്കേൻ്റെ കരുള് ചുരണ്ടിയിട്ട് വെച്ചാൽ വളമാണ്. മടലും പിന്നെ ചക്ക ചൊളിയും കുരുവും മാത്രം എടുത്തു കഴിഞ്ഞാൽ മറ്റേത് അരിഞ്ഞിട്ടിട്ട് അവിടെ ഉണക്കി വെച്ചാൽ നമുക്ക് പച്ചക്കറി നടാനെടുക്കാൻ ഒരു വളത്തിന് പകരമായിട്ട് അത് വരും, വളം വരും, എല്ലാം ഇന്ന് തന്നെ വരും. അതങ്ങനെ അവിടെ വെച്ച് മഞ്ഞൾ നടുന്നതിന് ഈ മഞ്ഞൾ നട്ടിട്ടാകുമ്പോൾ നമ്മൾ ഈ ചക്ക മടലുണ്ടല്ല ഓരോരുത്തർ നമ്മൾ അതിൻ്റെ ചുറ്റും ഇട്ട് കഴിഞ്ഞാൽ നല്ല അസല വളമാണ് മഞ്ഞൾ മാത്രമല്ല ചേമ്പിനും അതെ. ചേമ്പ് ചേന ഇതിനെല്ലാം നല്ല അസല വളമാണ്. അതുകൊണ്ട്
എന്ന് വെച്ചാൽ നമ്മളെല്ലാ കാര്യവും ഒരു കാര്യവും നമ്മൾ നശിപ്പിക്കാനുള്ളതല്ല. നമുക്ക് പറമ്പത്ത് നിന്ന് കിട്ടുന്നതും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതും ഒരു വിഷമുള്ള സാധനം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കാനും വീട്ടിൽ നിന്ന് തിന്നാനുള്ള ഒരരി നമുക്ക് കുറച്ച് ഒരരേക്കർ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിലെ സ്വന്തം ആവശ്യങ്ങൾ ഒരു കുടുംബത്തിൽ ചെറിയൊരു കുടുംബത്തിൽ ജീവിക്കാനുള്ള നെൽകൃഷിയായി നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതെങ്ങനെ നമ്മൾ സ്വന്തം തന്നെ പോയിട്ട് ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്യണം. മറ്റുള്ളവരെ ആളെ കൂട്ടി എടുപ്പിച്ചാലും ഇന്ന് ഒരു കാര്യത്തിനൊന്നുമില്ല. അതൊക്കെ ഞാൻ അത്രയും കാലം ഞാൻ കൃഷി ചെയ്തത് എനിക്കൊരു നഷ്ടം ഉണ്ടായിട്ടില്ല. 3 പ്രാവശ്യം, ഒരു 1-ാം വിളക്കും 2-ാം വിളക്കും, അങ്ങനെ പിറ്റത്തെ കൊല്ലം 1-ാം വിളിയും കഴിഞ്ഞു, പിന്നെ 2-ാം വിളിയും കഴിഞ്ഞു. അങ്ങനെ 3-4 തവണത്തെ വിളക്കാൻ ഞാൻ നെല്ല് ആളെ കൂട്ടിയിട്ട് പണിയെടുപ്പിച്ചിരുന്നു. 7,000 റുപ്യ പണിയെടുത്തിന്. എനിക്ക് എത്രയായാലും കിട്ടിയെന്നറിയാം. 7,000 റുപ്യ കിട്ടി എനിക്ക് 30 സെറ് നെല്ലാണ് കിട്ടിയത്. എന്നുവെച്ചാൽ അത് മൂർന്ന് നെല്ല് തേച്ച് അവർക്ക് കൊണ്ടുപോകാനുള്ളൂ, പെണ്ണുങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളൂ. 4 പെണ്ണുങ്ങൾ മൂർന്നു, 4 പെണ്ണുങ്ങൾ കുറേ 5-10 എന്നിട്ട് പെണ്ണുങ്ങൾ കളപറിച്ചു, 10-12 പെണ്ണുങ്ങൾ, 4 പെണ്ണുങ്ങൾ നാട്ടി നട്ടു, 4 പെണ്ണുങ്ങൾ ഞാറ് ഒഴിച്ചു. ഇതെല്ലാം കൂടി ആയി നോക്കുമ്പോഴേക്കെന്ന് വെച്ചാൽ ഞാൻ തന്നെ എല്ലാം എടുത്ത് കുറേശ്ശെ എടുത്ത് ഞങ്ങൾ തന്നെ കളിക്കിയിട്ട് ആക്കിയിട്ടുള്ള നട്ടിട്ട് അങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. കാര്യക്കാരൻ്റെ പൈസ കൊടുത്തു മറ്റേ അങ്ങനെയാകും. നമുക്കെന്താ കിട്ടുമൊന്നുമില്ല. ഞാൻ 2-3 തവണ അങ്ങനെ ആക്കിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. പെണ്ണുങ്ങൾക്ക് 7,000 റുപ്യ കൊല്ലം കഴിഞ്ഞാൽ ഓരോരോ കൂടുതൽ പൈസ ആകുന്നതിലാണ് എനിക്കൊരു റുപ്യ കിട്ടാനില്ല. അതിന് നമുക്ക് 30 സെറ് നെല്ല് എന്നെല്ലാം പറഞ്ഞാൽ ഒന്നുമില്ല. 30 സെറ് നെല്ല് മേടിച്ചിട്ട് നമുക്ക് ഈ 7,000 റുപ്യയിലും കൊടുക്കണം. എന്നിട്ടാണ് ഞാൻ നെൽകൃഷി മതിയാക്കിയത്. എനിക്കത് ഇപ്പോൾ സങ്കടമുണ്ട്. ഒരു നല്ലൊരു അരി കുടിക്കാൻ ഞാനിപ്പം നമ്മുടെ നാടൻ നെല്ല് നമ്മൾ കുത്തിരി ഇത്രയും കാലം എൻ്റെ ജീവിതത്തിനായിട്ട് ഒരു നെല്ല് കുത്തി അരി കുടിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ 2-3 കൊല്ലമായിട്ടാണ് നെല്ല് കുത്തി അരിൻ്റെ ഒരു തരക്കീറ്റ് കൂടി നമുക്ക് വെക്കാൻ പറ്റുന്നില്ല. അത്ര നാളിൽ തരക്കീറ്റ് ഉപ്പുണ്ടെങ്കിൽ ഇട്ടിട്ട് നല്ല വൃത്തിയിൽ വെക്കും. അതെല്ലാം എന്തൊരു ടേസ്റ്റാണെന്നറിയാം. പണ്ടത്തെ ഭക്ഷണമല്ലേ അതെല്ലാം. പണ്ടത്തെ ഭക്ഷണമല്ല, നമ്മളിപ്പോൾ ചൂടോട് നെല്ല് മൂർന്ന് പോകണം അന്ന് തന്നെ തരക്കി വെയിലിനിട്ട് അന്ന് തന്നെ വെയിലിനിട്ട് ചവിട്ടി മുറിച്ച് വെയിലിട്ട് അപ്പാട് തക്കിയിട്ട് ആ പാല് പോകുന്നതിലെടുക്ക് വെച്ചാലേ രസം പറയാൻ അറിയാം. നമ്മളെല്ലാം അങ്ങനെ വെച്ചിട്ടുണ്ട് അത്രയും. എന്നാൽ അതിന് ടേസ്റ്റ് ഉണ്ടാകുമെന്നറിയാം. അതുകൊണ്ട് എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി ഞാനിപ്പോൾ പറയാമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ആഹാരങ്ങളും ഇതെല്ലാം ഞാൻ പറഞ്ഞു. വീട്ടിൽ ചേമ്പ്, ചേന എല്ലാം കാട്ടിൽ നിന്നുള്ള ചേമ്പ് നല്ലതാണ്. കാട്ടുകേങ്ങ് നല്ലതായിരിക്കും. നമുക്ക് എടുത്തിട്ട് വെക്കും പോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല മരുന്നാണ് എല്ലാം. ഈ ചേന നല്ല മരുന്നാണ്. ചേമ്പ് നല്ലതാണ്. പിന്നെ ചേന അതേ എല്ലാം മഞ്ഞൾ നല്ലതാണ്. കാട്ടിഞ്ചിയുണ്ട്, അതും നമുക്ക് നല്ല മരുന്നാണ്. അതെല്ലാം മരുന്ന്. ഈ കാട്ടിലുണ്ടാകുന്ന എല്ലാ ഇഞ്ചികളും നമ്മൾ നടുന്നതാണ്. പിന്നെയും മരുന്നല്ലാണ്ട് മനുഷ്യർ ഉപയോഗിക്കുന്നു. പക്ഷേ ഇത് വളമായിട്ട് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് തികച്ച് ഈ കാട്ടിലുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് എനിക്കെന്ന് പറയാനെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി നമ്മൾ അധ്വാനിക്കാൻ പഠിച്ചിട്ട് ഒന്നും വേണ്ട. ഒരു 5 കൊട്ട ബാഗിൽ അതിൽ 5 ബാഗ് കൊടുത്തിട്ട് അതിൽ ഓരോരോ തൈ നട്ടിട്ട് നമ്മളൊരു എല്ലാ സാധനവും ഒരു 5 തൈ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുടുംബത്തിലേക്ക് ഒരു 6 മാസത്തേക്ക് ഒരു 3-5-6 മാസത്തേക്കുള്ള പച്ചക്കറി കിട്ടും. നല്ലപോലെ പണിയെടുക്കുകയും ചെയ്താൽ നല്ലപോലെ. എന്നുവെച്ചാൽ നമ്മുടെ പറമ്പത്തുള്ള ചപ്പ് കളയണ്ട, ചവ കളയണ്ട, പിന്നെ കാട് കളയണ്ട, ഒന്നും കളയണ്ട. പിന്നെ നമ്മളിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ചക്കയാണ് നമുക്ക് ഇഷ്ടംപോലെ ഉള്ളത്. ചക്ക ഇപ്പം എയർലി പ്ലാവ് എന്ന് പറഞ്ഞാൽ നട്ട് കഴിഞ്ഞാൽ കൊല്ലം കിട്ടുന്ന അവർ പറയുന്നത്. കൊല്ലം കിട്ടിയില്ലെങ്കിലും എന്നാലും പ്ലാവുമ്പോഴുണ്ടാകും. പക്ഷെ നമുക്ക് മൂത്ത് കിട്ടുന്ന തോന്നില്ല എനിക്കങ്ങനെ. കൊല്ലത്തോടുമെല്ലാം നമുക്ക് വെക്കാൻ മാത്രം ഉണ്ടാവും അറിയില്ല. നോക്കി വെക്കാൻ നമുക്ക് എന്തെല്ലാം ഈ ചക്ക കിട്ടി ഞങ്ങളിൽ നമുക്ക് ചക്ക എന്ന് വെച്ചാൽ ആദ്യമേ ചക്ക പിന്നെ പഴുപ്പിക്കാൻ വെക്കുകയും അപ്പോൾ വരിക്ക ചക്കയും കുറേ പഴുപ്പിക്കാൻ വെക്കും. കുറേ പഴം ചക്കയും പറിച്ചിട്ട് പഴുപ്പിക്കാൻ വെക്കും. പിന്നെ എല്ലാവർക്കും അങ്ങനെ പോകും. കഷ്ടപ്പാട് ചക്കയും നമ്മളുടെ ഇപ്പം പോയി. ഇതേപോലെ ഞാൻ പിന്നെ ചക്ക കഴിഞ്ഞാൽ മുതൽ എന്ന് വെച്ചാൽ ഒരു ചക്ക പറിച്ചാൽ നമുക്കിപ്പോൾ ചക്ക എത്രയും ഉണ്ട്. ഒരു ചക്ക പറിച്ചതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണേ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കൊടുക്കും തേച്ചും കൊത്തി ഇരിഞ്ഞ് അവിടെ വെച്ച് അതിനകത്ത് കൊത്തി ഇരിഞ്ഞ് അതിൻ്റെ മൂക്കും അതിൻ്റെ അടിഭാഗവും ചെത്തി അടിയിട്ട് നടുക്കേ കൂടി ചെത്തിയിട്ട് പിന്നെ ചക്ക വറക്കാനെടുത്ത് വെക്കും. അത് ചെത്തി അവിടെ മുറിച്ചിട്ട് ലേശം നേരം അവിടെ നിലത്ത് ആറാനിട്ട് പിന്നെ ചക്ക വെളിച്ചെണ്ണയിലിട്ട് ലേശം ഉപ്പ് കൂടിയിലാക്കി എന്നാൽ എനിക്കിപ്പോൾ പറയാമെന്ന് വെച്ചാൽ നമുക്ക് ചക്ക വളപ്പോൾ എത്രയോ അടിഞ്ഞു പോകുന്നു. എത്ര കാലമായിരുന്നോ ഈ ചക്കേനെ നമ്മളൊരാളെ നോക്കാറുണ്ട്. പണ്ട് കാലത്തില്ല ഒരു ദിക്കിലൊരു ചക്ക വീണടിയുന്നൊരു കാലമില്ല. പണ്ട് വെച്ചാൽ വീണടിയുന്ന ഒരു സമയത്ത് ആ ചക്ക മുഴുവൻ പൂർത്തി കൊണ്ടുവന്നിട്ട് ഈ ഗതികെട്ട് ദരിദ്ര വിഭാഗം ഉണ്ടാവും. ദരിദ്ര വിഭാഗം ഉണ്ടെന്ന് ദരിദ്ര വിഭാഗം തന്നെയാണ്.
നല്ല ഇതതിൻ്റെ വീടിനടുത്ത് പൊറുക്കിയിട്ട് കുരുവും ചക്കയും എല്ലാം പൊറുക്കിയിട്ട് കൊണ്ടുപോയിട്ട് തിന്നു. ഇന്നിപ്പം അതില്ല. ഇനി ചക്കയായിരിക്കും വേണ്ട. ചക്ക ഇല്ലെങ്കിലും ചക്കയിന്നായിരിക്കും വേണ്ട. ദാരിദ്ര്യമില്ല, വിശപ്പില്ല, ഒന്നുമില്ല. അതുകൊണ്ട് നമ്മളിപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ ഞാനെന്നാ വിചാരിച്ചാൽ ഞാനൊക്കെ ചക്കയെല്ലാം ഇഷ്ടമാണ്. ഞാൻ ചക്ക പണ്ടേ ചക്ക തിന്നിരുന്നു. ഇപ്പം എനിക്ക് ചക്ക അങ്ങനെ വേണമെന്നില്ല. എന്നാലും ചക്കയിൽ ഇഷ്ടം. ഒരു ചക്ക പറിച്ച് പിന്നെ എന്ന് വെച്ചാൽ 2-3 കൊല്ലം ഞാൻ അങ്ങനെ പോയെടുക്കുന്നത്. ഈ ചക്കയുള്ള സമയത്ത് 3 മാസം ചക്കയുള്ള സമയത്ത് നമുക്ക് വെച്ചാൽ ഒരു ചക്ക വരയ്ക്കും. ആ ചക്കയിനകത്ത് കുറച്ച് ചക്ക ഇട്ട് നമുക്ക് വീടിനടുത്ത് വെക്കും. നമ്മൾ 2-3 നാളെ ഉണ്ടാവും. അവർ നമ്മൾ വീടിനടുത്ത് ചക്ക എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ആ ബാക്കിയുള്ള ചക്ക അടിയിലേതും മേലേതും മുറിച്ച് കളഞ്ഞ് പിന്നെ ഈ വില കീറിയിട്ടിട്ട് അത് ബാക്കി വറക്കും. പിന്നെ മറ്റേ പശുവിനെല്ലാം കൊടുക്കും. ബാക്കിയുള്ള പശുവിന് എല്ലാം കൊടുക്കും. അടിമുത്തുമെല്ലാം അരിഞ്ഞിട്ട് പശുവിന് കൊടുക്കും. അല്ലെങ്കിൽ വളത്തിൻ്റെ ഒക്കെ കൊടുക്കും. അങ്ങനെ ചെയ്യൽ. അങ്ങനെ ഞാൻ എന്താ വെച്ചാൽ അങ്ങനെ ആക്കി വെച്ചാകുമ്പോൾ കുറച്ച് ദിവസം നമ്മൾ ദിവസം ഈ ഓരോ ചക്കയിലും അത്ര വറുത്തവും ഉത്തരപ്പൊരി ഉണ്ടാവും. എല്ലാം കൊണ്ട് ചക്കച്ചോളം മുറിച്ചിട്ട് ഒരു ചക്ക മുറിച്ച് നമ്മൾ വെക്കാനും എടുത്തിട്ട് അതിൻ്റെ ബാക്കി അത്രയും വറുത്തിന് ഒരു ഇത്രയും ഉണ്ടാവും. ഒരു 100-200 അത്രയും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് ഇതൊക്കെ തിന്നാനും ഉണ്ടാവില്ലേ. അങ്ങനെ ഞാൻ നിർത്തിച്ചാൽ അത് ദിവസം ചക്ക വരുമ്പോൾ ഓരോ ദിവസം വരച്ചിട്ട് ഇങ്ങനെ സഞ്ചിയിൽ ഇട്ട് വെച്ചിട്ട് ഇക്കടപ്പോലെ ആക്കും. എന്നിട്ട് അപ്പോൾ മക്കൾക്കെല്ലാം കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെക്കും. എന്താ വെച്ചാൽ അതൊരു പക്ഷേ ചെറിയ പിള്ളേർക്കൊന്നും പിള്ളേർക്കൊന്നും ഇങ്ങനത്തെ ചക്കേൻ്റെ പരിപാടി വേണ്ട. അവർക്ക് കണ്ടുകൂടാ. ചക്ക എന്ന് പറഞ്ഞാൽ അതും ഭയങ്കര ഒരു ഇതുപോലെയാണ്. പണ്ടുള്ളവരെ പോലെ തിന്നൂല. ഇന്നുള്ളവർക്ക് ചക്ക വേണ്ട, മാങ്ങ വേണ്ട, മറ്റുള്ളൊന്നും വേണ്ട. അതുകൊണ്ട് അങ്ങനെ അതങ്ങ് ഒഴിവാക്കി. ഞാനെന്ന് വെച്ചാൽ പിന്നെ ചക്കയിൽ ഇങ്ങനെ കഴിഞ്ഞാൽ വിഷം കഴിഞ്ഞാൽ ചക്ക കഴിഞ്ഞാൽ ഓരോന്നേ പറിക്കും. കൂടുതലൊന്നും പറിക്കില്ല. അത് മുറിച്ചാൽ നമുക്ക് ഇതിന് നല്ല രസമുണ്ടാകും. ചായക്ക് വെടിയിൽ തിന്നാൻ നല്ലൊരു വൈകുന്നേരത്ത് ചായക്ക് അതന്നെയാണ് ഞാൻ ആക്കി വെച്ച് ചൂടാക്കി അതെങ്ങനെ വറക്കുക വെച്ചാൽ തലേന്ന് ഇത് വെച്ച് പിന്നെ ലേശം നേരം അതിന് വെള്ളാട് വിരിയാനിട്ട് രാത്രിയാകുമ്പോൾ ഒരു 10 മണി കഴിഞ്ഞിട്ടാകുമ്പോൾ കൊണ്ടുപോയി അടുപ്പത്ത് ഉരുളി വെക്കും. ഈ ഓട്ടിൻ്റെ ഉരുളിയാണ്. ഓട്ടിൻ്റെ ഉരുളി വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ വെച്ച് അടുപ്പത്താണ് വെക്കുക. ഗ്യാസിലല്ല വെക്കുക. തീയിനകത്ത് കൊണ്ട് നല്ലോണം ചൂടായിട്ടാകുമ്പോൾ തിളച്ചിട്ടാകുമ്പോൾ ഇത് വെളിച്ചെണ്ണ നല്ലോണം തിളച്ചിട്ടാകുമ്പോൾ അതിൽ വെളിച്ചെണ്ണ നല്ല ഉള്ളിയിൽ നല്ലോണം ചൂടായിട്ടാകുമ്പോൾ ഉള്ളിയിൽ വെളിച്ചെണ്ണ വന്നിട്ടാകുമ്പോൾ ഇതിനകത്ത് തിളച്ചിട്ടാകുമ്പോൾ ഈ വെളിച്ചെണ്ണ ഈ പിന്നെ ചക്കച്ചോളം ഉണ്ടല്ലോ അത് ഉപ്പിടാണ്ടാന്ന് ആദ്യം വാരിയിടും. ഇങ്ങനെ ഉപ്പിടാണ്ട് ഇങ്ങനെ വാരിയിട്ടിട്ട് ഇളക്കി അരിപ്പക്കയിലൂടെ ഇളക്കി ഏശം പദം വരുന്ന ഉണങ്ങാൻ വരുന്നെന്ന് കാണുമ്പോൾ കോരിയിട്ട് അടിയിടും. ലേശം ഉപ്പും കുഴഞ്ഞ് വെള്ളമാക്കിയിട്ട് കോരിയിട്ട് അടിയിടും. എന്നിട്ട് അത് പിന്നെ വാങ്ങിയിട്ടിട്ടാകുമ്പോൾ അത് അവിടെ വെക്കും. പിറ്റേന്ന് രാവിലെയാണ് ഞാനതങ്ങനെ എല്ലാം തീരുന്നവരെ അത് അതേപോലെ വാങ്ങിയിട്ടിട്ട് അടുപ്പ് നണേൻ്റെ മേലെ നല്ല ഒരു കടലാസ് വെച്ചിട്ട് നീർത്തിട്ടാണ് ഇട്ടിട്ട് അവിടെ അടച്ച് വെക്കും. നല്ല പൊത്തി വെച്ചിട്ടാകുമ്പോൾ പിറ്റേന്ന് രാവിലെ എണീറ്റിട്ടാകുമ്പോൾ എന്ന് വെച്ചാൽ ഈ ഉരുളി വെളിച്ചെണ്ണ എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് നല്ലോണം ചൂടാക്കിയിട്ട് പിന്നെ നല്ലോണം ആയിട്ടാകുമ്പോൾ അതേപോലെ അതിലിട്ട് ചൂടാക്കിയിട്ട് എടുക്കും. എന്നാൽ ഒറ്റ ഞെളുത്തൂല. അല്ലെങ്കിൽ ആ ഒറ്റ ട്രിപ്പിന് തന്നെ നമ്മൾ വറുക്കുമെന്ന് കണ്ടല്ല ചക്കച്ചോളം തേച്ച് ഞെളുത്തു പോകും. പിറ്റേന്നൊക്കെ നമുക്ക് തിന്നുമ്പോൾ ഇങ്ങനെ ഞണിയായിട്ട് ഇങ്ങനെ പൊരിയില്ല. ചക്ക ഉപ്പേരി പോലെ ആവില്ല, പൊടിച്ചിൽ വരില്ല. അങ്ങനെയാണ് ഞാൻ ചക്ക വറുക്കല. എന്നാൽ എൻ്റെ എല്ലാം രസം പറയാൻ കഴിയില്ല, തിന്നാൻ പിടിയില്ല. അത്രയ്ക്ക് നല്ല ചക്കയായിരിക്കും. അങ്ങനെ ഞാൻ ചക്കേനെ ഒരു കൊല്ലത്തിനും ചക്കയുള്ളത് കളയില്ല. ഒരു ചക്കയും കളയുന്നില്ല. ഇപ്പോൾ എനിക്ക് കഴിയാതായതിൻ്റെ ഇപ്പം ചക്ക ഒന്ന് പുറത്ത് പോകുന്നു. മറ്റങ്ങനെ ഒരു പുറത്ത് പോകും. ഞാൻ എത്രയോ പാട്ടെടുത്തിട്ട് ചക്ക വാങ്ങിയിട്ടുണ്ട്. ചക്ക പാട്ടിട്ട് നമ്മളെ വളർത്തി ചക്കയില്ലാതെ അപ്പുറത്ത് വേറെ പറമ്പത്ത് പാട്ടം വാങ്ങിയിട്ടാണ് ചക്ക നമ്മൾ തിന്നല്. അത്രയും ചക്ക നല്ല സാധനമാണ്. പൈസ കൊടുത്ത് മേടിക്കണ വിഷമില്ല, വേറെ രോഗം വരില്ല. ചക്ക തിന്നു കഴിഞ്ഞാലൊക്കെ ചക്ക ഉണ്ടായ ചക്കക്കുരു നമ്മൾ കുരു ഇങ്ങനെ വാങ്ങിയിട്ട് പ്ലാസ്റ്റിക് സഞ്ചിൻ്റെ അകത്ത് ലേശം വെള്ളം വെച്ചോണെങ്കിൽ മൂത്ത കുരുവായാലും മതി. നമ്മൾ മൂത്തിട്ട് ഇങ്ങനെ കുരുത്തൊരിക്കുന്ന കുരു ഉണ്ടാവില്ലേ, പൊടി പിടിക്കാണ്ട് അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഈ സഞ്ചിൻ്റെ അകത്ത് ഇട്ട് വെച്ചാൽ എനിക്കിപ്പോൾ എത്ര തീരുന്നവരെത്ര വരെ ഈ അടുത്ത കൊല്ലം മുള വരുള്ളൂ. ഒരൊറ്റപ്പൊടി പോയി പോകില്ല, ഒറ്റ കെട്ട് പോകില്ല. അതേപോലെ മണ്ണ് കുടിച്ചിട്ടുണ്ട്. മണ്ണിൻ്റെ അകത്ത് ഈ മണ്ണ് കൂട്ടിയിട്ട് ഇങ്ങനെ ഇടും. മണ്ണ് കുഴച്ചിട്ട് ആടിയിട്ട് അവിടെ കൂട്ടിയാൽ അതെന്ന് വെച്ചാൽ നമ്മൾ വറക്കാനാണ്. അതെന്താ വെച്ചാൽ വെള്ളം നല്ലോണം മെലിഞ്ഞ് കുടിച്ചിട്ടാകുമ്പോൾ പിന്നെ അത് നല്ല മധുരം ഉണ്ടാകും. ചൂടിൽ ഊട്ടിലിട്ടിട്ട് വറക്കുക. അത് നമുക്ക് വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ടില്ല അങ്ങനെ തിന്നാൻ പറ്റും. നല്ല രസമാണ്. അങ്ങനെയാക്കും. ഈ ചക്കക്കുരു എന്ന് പറഞ്ഞാൽ പിറ്റത്തെ കൊല്ലത്ത് ചക്കയാകുന്നവരെ ചക്കക്കുരു ഉണ്ടാകും. പിന്നെ ചക്ക ചോള ഉണ്ടെങ്കിൽ നമുക്ക് വേലിക്കാലം മഴയില്ലാത്ത സമയത്ത് അങ്ങനെ നമുക്ക് പുഴുങ്ങിയിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഉണക്കി വെച്ചാൽ നല്ല രസമാണ്. നമുക്ക് വെക്കാനും കഴിഞ്ഞ് വറക്കുമെന്ന് കഴിഞ്ഞാൽ ഉണക്കി ഇട്ടാൽ വെച്ചാൽ മതി. ചക്കക്കുരു അങ്ങനെ
ചക്കക്കുരു പുഴുങ്ങിയിട്ട് 4ആയി കീറിയിട്ട് വെയിലിട്ട് ഉണക്കിയിട്ട് നല്ല പൊടി ഉണ്ടാവും, ഒടിഞ്ഞൊടിഞ്ഞ് പൊടി പോലെ ഉണ്ടാവും. അത് നമുക്ക് ഈ വർഷത്തിൽ കർക്കിടക മാസമാകുമ്പോൾ നല്ല തേങ്ങയെല്ലാം ചെരിയിട്ട് നല്ല കടുവെല്ലാം വറുത്തിട്ട് വെച്ചാൽ നല്ല കണ്ടീഷൻ ചക്കക്കുരു വന്നത്. പിന്നെ ഈ പൂങ്ങി ഉണക്കിയ ചക്കക്കുരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് തിന്നാലും പൊടിയില്ല, അത്ര നല്ല ടേസ്റ്റാണ്. നമ്മൾക്ക് അതെല്ലാം നല്ല ശീലമാണ്. കാരണം ഇതൊന്നും പണ്ടത്തെ പോലെ ഒന്നുള്ളവരൊന്നും ഇന്ന് തിന്നിട്ടില്ല എന്നുള്ളവർക്ക് അറിയില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ ഇത് തിന്നാന്ന് അവരോട് ചോദിച്ചാൽ പറഞ്ഞു തരില്ല, ആവില്ല അവർക്ക്. അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.